കോഴിക്കോട് ജില്ലയിലെ ഉറുമി വാട്ടർഫോൾസിലേക്ക് ഒരു യാത്ര പോകാം ഇന്ന്. പേര് കേട്ടിട്ട് പലർക്കും ഒരു സംശയമൊക്കെ തോന്നും, ഇങ്ങനൊരു വെള്ളച്ചാട്ടം കേരളത്തിലോ അല്ലെങ്കിൽ ഈ കോഴിക്കോടോ ഒക്കെ ഉണ്ടോ എന്ന്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. തലപൊക്കി നിൽക്കുന്ന ഈ മലയും മരങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ അധികവും നമ്മുടെ യാത്രയിൽ ഇന്ന് കാണാനായിട്ടുണ്ടായി. ഇവിടേക്ക് റോഡിൽ നിന്ന് മാറി ചെറിയ ഇടവഴിയിലൂടെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ വെള്ളപ്പാച്ചിലിൻ്റെ മനം കുളിർപ്പിക്കുന്ന ആ ഒരു ധ്വനി ഉണ്ടല്ലോ, അത് കേൾക്കാനാവും. പിന്നെതാ ഈ പോണ വഴിയിൽ ഒരു വലിയ പാറക്കെട്ടുണ്ട്. അതിന്മേൽ ആരോ ഭംഗിയിൽ ചെയ്ത് വെച്ച പോലെ തന്നെ ഒരു തരം വള്ളിച്ചെടി പടർന്നിരിക്കുന്നതായിട്ട് കണ്ടു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രകൃതിയിലെ ഇതുപോലുള്ള ഇടങ്ങളൊക്കെ മനോഹരമായിട്ട് തന്നെ ഇരിക്കാൻ കാരണം മനുഷ്യരുടെ അധിനിവേശം അത്ര തന്നെ അങ്ങോട്ടേക്ക് എത്തിച്ചേരാത്തത് കൊണ്ട് തന്നെയാണല്ലേ. കാരണം അറിഞ്ഞും അറിയാണ്ടെയൊക്കെ നമ്മൾ ഉപയോഗശേഷമൊക്കെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറ്, ബോട്ടിൽ, ഇതൊക്കെ അവിടെ കുമിഞ്ഞുകൂടി അത് പ്രകൃതിക്കും അവിടെയുള്ള ജീവജാലങ്ങൾക്കൊരു വിപത്തായിട്ടാണ് വരാറുള്ളത്. ഈ ഇടത്തേക്ക് അത്ര തന്നെ മനുഷ്യപ്രവേശം എത്താത്തതിനാലാവും അത്രയും സുന്ദരമായിട്ട് തന്നെ നുരഞ്ഞ് വതഞ്ഞ് തെളിഞ്ഞൊഴുകുന്ന ഒരു മനോഹരിയാണ് ഉറുമി വെള്ളച്ചാട്ടം. ഈ ഒരു ഗാനം പോലെ തന്നെ ഭാവാത്മകമായൊക്കെ പറയുകയാണെങ്കിൽ തുള്ളി തുളുമ്പി ആഹ്ലാദിച്ച് പാറക്കെട്ടുകളിലൂടെയൊക്കെ ഓടി ഒഴുകി എത്തുന്ന ഒരു മനോഹരി, അത് തന്നെയാണ് ഉറുമി വാട്ടർഫോൾസ്. നമ്മൾ വെള്ളച്ചാട്ടം കാണാനായിട്ട് ഇറങ്ങുന്നതും വീഡിയോ ചെയ്യുന്നതൊന്നും ആദ്യമായിട്ടല്ല. മുന്നേ അരീക്കോട് ഭാഗത്തുള്ള കൊല്ലംകൊല്ലി വാട്ടർഫോൾസിൻ്റെ വീഡിയോ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി ഇവിടെ വേറൊരു അനുഭൂതി തന്നെയാണ് കേട്ടോ. ഞാൻ എന്ത് പ്രതീക്ഷിച്ചാണോ എത്തിയത് അതിനപ്പുറം തന്നെയാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. മുക്കത്ത് നിന്നും കുളിരാമുട്ടി എന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് 1 കിലോമീറ്ററാണ് ഈ ഉറുമി വാട്ടർഫോൾസിലേക്കുള്ള എക്സാക്റ്റ് ദൂരം. അധികം പേരൊന്നും കേൾക്കാത്ത ഇടമായതുകൊണ്ടാവും പോകുന്ന വഴിയിലൊന്നും ഞങ്ങൾക്ക് നെയിം ബോർഡൊന്നും കാണാനായിട്ട് പറ്റിയില്ല. ഉറുമി പവർ സ്റ്റേഷൻ്റെ സൈഡിലൂടെയുള്ള ഒരു വഴിയിലൂടെ നമുക്ക് ഈ വാട്ടർഫോൾസിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റും കേട്ടോ. ചെറുതും വലുതുമായിട്ട് ഒരുപാട് പാറക്കെട്ടുകൾ അവിടെയൊക്കെ കാണാം. അതിനിടയിലൂടെയൊക്കെ ഒഴുകിയെത്തുന്ന വെള്ളം അവിടെ ഇവിടെ ആയിട്ട് ആഴമുള്ള കുഴികളിലും കരിങ്കൽക്കൂട്ടത്തിലും ഒക്കെ ആയിട്ടാണ് കടന്നു പോകുന്നത്. അതിലൂടെയൊക്കെ താഴേക്ക് തീർത്തും കാട്ടിനുള്ളിൽ അധികം ആളുകളുടെ ഒന്നും കയ്യേറ്റം എത്തിപ്പെടാതെ നിലനിന്ന് പോരുന്ന ഒരിടമാണ് ഇത്. നിങ്ങളൊരു പ്രകൃതി സ്നേഹി കൂടിയാണെങ്കിൽ നിങ്ങളെ ഉറുമി ഒരിക്കലും നിരാശപ്പെടുത്തില്ല കേട്ടോ. കണ്ടില്ലേ, ഞാനിടയ്ക്ക് പറയുന്നത് പോലെ നല്ല ക്ലിയർ വാട്ടറാണ് ഇവിടെ ഉള്ളത്. അതും ആ നട്ടുച്ച നേരത്ത് പോലും നല്ല തണുപ്പ് തരുന്ന വെള്ളം. ഈ വെള്ളച്ചാട്ടങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക തരം താളമാണല്ലോ ഉള്ളത്. അത് നമ്മൾ അവയിൽ നിന്നും ഇടപഴകി തിരിച്ചു വരുന്നത് വരെ നമ്മളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. പ്യൂറസ് മെത്തേഡ് ഓർ പിൽ ടു ഡിസ്ട്രോയ് അവർ സ്ട്രെസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
പിന്നെ എടുത്തു പറയേണ്ടത് തീർത്തും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇടമായതിനാൽ തന്നെ ആരും മഴക്കാലത്തൊന്നും ഇങ്ങോട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടുത്തെ മലവെള്ളപ്പാച്ചിലൊന്നും പ്രഡിക്റ്റ് ചെയ്യാനാവാത്തതാണ്. എല്ലാം കുത്തി ഒലിച്ച് കൊണ്ടുപോകുന്ന വിധത്തിലാണ്. അതുകൊണ്ട് തന്നെ വേനൽ സമയത്തോ മഴ കുറഞ്ഞ കാലാവസ്ഥയിലോ മാത്രം ഇവിടെ കുളിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങുക കേട്ടോ.